സ്കൂളാണോ ഞാൻ പഠിക്കുന്നത്? അതെ, മോളി സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അമ്മ പഠിച്ച സ്കൂളാണിത്. അമ്മ പഠിച്ച സ്കൂളോ? ഇതാരാ സ്ഥാപിച്ചേ? അതൊരു പഴയ കഥയാണ് മോളെ. ഈ സ്കൂൾ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായ ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. അദ്ദേഹമാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. 1930 അദ്ദേഹം കുറിച്ചിൽ എത്തുകയും ഇവിടെയുള്ള ജനങ്ങളെ, അതായത് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ കാണുകയും ലോകനായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൽ നിന്ന് ആശയം സായുധമാക്കിക്കൊണ്ട് എല്ലാവർക്കും ഫീസ് ഇല്ലാതെ വിദ്യ അഭ്യസിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ഇവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുകയും അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാർക്ക് സംസ്കൃത പഠനം നടത്തുകയും ചെയ്തു. 1934 അദ്ദേഹം ഇവിടെ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. അതിനെ എല്ലാവരും ആശ്രമ വിദ്യാലയം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതാര് എന്താ രണ്ടാളും കൂടെ ഇറങ്ങിയത്? മോളെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ടീച്ചറെ, നമ്മുടെ സ്കൂളിൽ ചേർക്കാനായിട്ട് കുഞ്ഞിനെ. അങ്ങനെ വേണം. ഒക്കെ നല്ലത് തന്നെ. നമ്മളുടെ സ്കൂള്, ഞാൻ ടീച്ചർ പഠിച്ച സ്കൂളുമാണ്, അമ്മ പഠിച്ച സ്കൂളുമാണ്. ആ സ്കൂളിൽ തന്നെ മോക്കും പഠിക്കാനൊരു ഭാഗ്യം കിട്ടി. അമ്മയെ ടീച്ചർ പഠിപ്പിച്ചു. ഇനിയിപ്പോൾ മോളെയും ടീച്ചർ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും ലഭിച്ചു. 90 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് നമ്മളുടേത്. അമ്മ പറഞ്ഞു, നമുക്കറിയാമായിരിക്കുമല്ലോ വിവരങ്ങളൊക്കെ. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യപ്രധാനിയായിരുന്നു തീർത്ഥസ്വാമികൾ. 90 വർഷങ്ങൾക്ക് മുമ്പ് തൃക്കയ്യാൽ സ്ഥാപിച്ച ആ വിദ്യാലയത്തിലാണ് ഞങ്ങൾ രണ്ടാളും പഠിച്ചത്. അതേ വിദ്യാലയത്തിന്റെ സ്ഥാനത്ത് ഇന്ന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബഹുനില കെട്ടിടം വന്നിരിക്കുകയാണ്. ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വിദ്യാലയമാണ് നമ്മളുടേത്. ഇന്നിപ്പോൾ കൊച്ചി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു വിദ്യാലയമാണ് നമ്മളുടേതെന്ന് പറയാം. ആ വിദ്യാലയത്തിൽ ആണ് മോളിന്ന് പഠിക്കാൻ എത്തിയിരിക്കുന്നത്. മോളുടെ ഭാഗ്യം, അതിലുപരി ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പോലെയുള്ള പുതിയ തലമുറകൾ നിങ്ങൾ ഇതിൽ നിന്നുള്ള എല്ലാ ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് ഉണർവും ഉന്മേഷവും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിങ്ങളുടെ ഭാവി ശോഭനമാക്കണം. അതിനെല്ലാ ഗുരുപരമ്പരകളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ടീച്ചർ. അപ്പോൾ മോളെ ഇവിടെ ചേർത്തോ ഈ സ്കൂളിൽ? ചേർത്തോ? നമ്മുടെ അനുഗ്രഹത്തിലെ ഉപരി ഗുരുവിൻ്റെ കടാക്ഷം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഒരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനും ഒരു പരിഹാരമാവത്തുള്ളൂ, എല്ലാത്തിനും വിജയവുമാവുള്ളൂ. ഏതിനും മൂലമല്ലോ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയും. എവിടെ തൊട്ടാലും അത് പൊന്നാകുമെന്ന് പറയത്തില്ലേ? അതുകൊണ്ട് ഗുരു പാരസ്പര്യത്തിന്റെ മഹനീയമായ ഉദാഹരണത്തിന്റെ ഉത്തമ സമ്പ്രദായമാണ് വിദ്യാഭ്യാസ രീതികളെന്ന് പറയുന്നത്. ആശ്രമ സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നത് എന്നൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും ഒന്നും ലഭിക്കുന്നതല്ല. ആശ്രമോചിതമായ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ഗുരുവിന്റെയും ശിഷ്യന്റെയൊക്കെ പാദപത്മങ്ങളാൽ പുണ്യമായിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. അതിൻ്റെതായ ഒരു സംരക്ഷണം എല്ലാ കുട്ടികൾക്കും ലഭിക്കും. അതൊരു മറ്റു സ്കൂളിൽ നിന്നൊരു വലിയ വേറിട്ട അനുഭവം, ഒരു പ്രത്യേകതയായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിന് അത് പോസിറ്റീവ് ആയിരിക്കും കൂടുതൽ, അല്ലേ? നല്ലത് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാ അന്ധവിശ്വാസങ്ങളും ഇല്ലാതാവും. അപ്പൊ അറിവില്ലായ്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ സങ്കല്പം. അതുകൊണ്ട് ഗുരു പറഞ്ഞു, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുമെന്നൊക്കെ പറഞ്ഞു. അത് ലോകം കേട്ടത് ഗുരുവിൽ നിന്നാണ്, അല്ലേ? ആ ഗുരുവിന്റെ ശിഷ്യന്റെ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ? വായിച്ചു വളരണം, അതുപോലെ നന്നായിട്ട് പഠിക്കുക, അല്ലേ? ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമോവാദം.